അഞ്ചാം ഭാവാധിപന് ബലമുണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ പുരുഷന് സന്താന സൗഭാഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. നക്ഷത്രത്തിൽ നിൽക്കുന്നു, അതിനനുസരിച്ച് ആ നാഥനായിരിക്കും, ആ നക്ഷത്രത്തിൻ്റെ നാഥനായിരിക്കും ആ ദശ അപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഏത് ദശയിലാണ് ആ സമയത്താണ് ആ വിവാഹം നടക്കേണ്ടതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട്. ശരി, കളത്ര ലാഭം എങ്ങനെയാണ് കണക്കാക്കുന്നത്? കളത്ര ലാഭം എന്ന് പറയുന്നത് കളത്രത്തെ ഇപ്പോൾ ഏത് സമയത്ത് കിട്ടും, കളത്ര എവിടുന്ന് വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ കളത്രം എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളത്രം എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അങ്ങനെ രീതിയാണ്. അപ്പോൾ ഇവരുടെ ഒരു സ്ത്രീയുടെ നമ്മൾ സ്ത്രീകളുടെ ജാതകം വെച്ചിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പൊരുത്തമൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നത്, കല്യാണ പൊരുത്തമൊക്കെ എടുക്കുന്നത് സ്ത്രീയെ ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതും ഈ ഏഴാം ഭാവം കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കളത്ര ഭാവം എന്ന് പറയുന്നതും ഏഴാം ഭാവമാണ്. വിവാഹസ്ഥാനം എന്ന് പറയുന്ന ഏഴാം ഭാവം. അപ്പോൾ ഈ ഏഴാം ഭാവത്തിൽ നിന്ന് നമുക്ക് കളത്ര സമയം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവാധിപൻ ആരാന്ന് നോക്കുക, ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ആരാന്ന് നോക്കുക, ഏഴാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏതാണെന്ന് നോക്കുക, അതുപോലെ തന്നെ ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ ആരാന്ന് നോക്കുക, നവാംശാധിപൻ ആരാന്ന് നോക്കുക, പിന്നെ ലഗ്നാധിപൻ അറ്റാവധി നിൽക്കുന്ന നവാംശാധിപൻ ആരാന്ന് നോക്കുക, പിന്നെ ശുക്രനെ നോക്കുക, ചന്ദ്രനെ നോക്കുക, രാഹുവിനെ നോക്കുക. ഇവരുടെ എല്ലാം പിന്നെ ദശാപഹാര കാലങ്ങളിലായിരിക്കും നമ്മളുടെ ആ സ്ത്രീയുടെ വിവാഹം നടക്കുക. അയാളുടെ തന്നെയല്ല, ഭർത്താവിൻ്റെ ആയാലും ഇതേപോലെ തന്നെ ആണ്. ഭർത്താവിൻ്റെ വിവാഹം എപ്പോൾ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. ഏഴാം ഭാവം അയാളുടെ ജാതകത്തിൻ്റെ ഏഴാം ഭാവം പരിശോധിച്ചിട്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, ഏഴാം ഭാവാധിപൻ, ഏഴാം ഭാവത്തിൻ്റെ അധിപൻ നിൽക്കുന്ന രാശിയുടെ നവാംശാധിപൻ, പിന്നെ ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയുടെ ലാവാംശാധിപൻ, ഇങ്ങനെയൊക്കെ ഭർത്താവിൻ്റെ കാര്യത്തിൽ അതുതന്നെ എടുത്തിട്ട് അയാളുടെ പിന്നെ ഇവരുടെ ദശ അപഹാരകാല ദശ എന്ന് പറഞ്ഞ് ദശാകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു അതിനനുസരിച്ച് ആ നാഥനായിരിക്കും, ആ നക്ഷത്രത്തിൻ്റെ നാഥനായിരിക്കും ആ ദശ അപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഏത് ദശയിലാണ് ആ സമയത്താണ് ആ വിവാഹം നടക്കേണ്ടതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ദശയായിരിക്കില്ല ആ സമയത്ത്. അപ്പോൾ എപ്പോൾ ദശ വരുന്നു ആ സമയത്തെ വിവാഹം നടക്കുകയുള്ളൂ. കാരണം വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും ബലമുള്ള ഗ്രഹത്തിൻ്റെ ദശയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഇത്രയും 7-8 നമ്മൾ ഗ്രഹങ്ങളെ പറഞ്ഞു. ഇവിടെ ഇതിന് റിപ്പീറ്റേഷന് വരും. കാരണം വെച്ചാൽ ചിലപ്പോൾ എല്ലാം 2-3 ഗ്രഹങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രഹം തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശുക്രനെയും ചന്ദ്രനെയും എടുത്ത് ചന്ദ്രനും വിവാഹകാരകം തന്നെയാണ്. ചന്ദ്രൻ ഇതിനകത്ത് എല്ലാത്തിനകത്തും വളരെ കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ശുക്രനെയും ചന്ദ്രനെയും എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവരുടെയും കൂടെ എടുത്തിട്ട് ഇതിനകത്ത് ഏത് ഗ്രഹത്തിനാണ് കൂടുതൽ ബലമെന്നറിയും. അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ ദശയിലാണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായി? എല്ലാവരെയും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളത് നോക്കണം. നോക്കിയിട്ട് എത്ര അവസാനം എത്ര ഗ്രഹം ഇതിനകത്ത് വരുന്നുണ്ട്, എന്നിട്ട് അതിൻ്റെ ഏത് ഗ്രഹമാണ് കൂടുതൽ ബലവത്തായിട്ട് വരുന്നത് അതിൻ്റെ ദശാകാലത്തായിരിക്കും ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ വിവാഹിതനാകാൻ പോകുന്നത്. മനസ്സിലായി? അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പുത്രന് ഇതുണ്ടോ എന്ന് നോക്കുന്നു. ഇങ്ങനെ തന്നെ അഞ്ചാം ഭാവം നോക്കിയിട്ട് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന അഞ്ചാം ഭാവാധിപൻ ഇങ്ങനെയൊക്കെയുള്ള അഞ്ചാം ഭാവാധിപന് ബലമുണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ പുരുഷന് സന്താന സൗഭാഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റി നമ്മൾ ഇത് അറിഞ്ഞത്. പിന്നെ ആ സ്ത്രീ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിൻ്റെ ദിക്ക് നമുക്കറിയാൻ പറ്റും. അതും ആ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ഇപ്പോൾ നോക്കിയും ഏഴാം ഭാവാധിനെ നോക്കിയും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ പറ്റി ഗ്രഹങ്ങളെ നോക്കിയും ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ നിൽക്കുന്ന പിന്നെ നവാംശാധിപനെ നോക്കിയും ഒക്കെയാണ്. ഇവരുടെ ഏതൊക്കെ ദിക്കാണ്, ഓരോ ഗ്രഹത്തിനും ഓരോ ദിക്കുണ്ട്. ആ ദിക്ക് എല്ലാവരും നോക്കിക്കഴിഞ്ഞ് അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ പല ഗ്രഹങ്ങളുണ്ടെങ്കിൽ പല ദിക്കായിരിക്കും. എന്നിട്ട് കൂടുതലായിട്ട് ഏത് ദിക്കാണോ ഇതിനകത്ത് വരുന്നത് ആ ദിക്കിൽ നിന്നായിരിക്കും ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പിന്നെ ജന്മം. അതേപോലെ നേരെ തിരിച്ച്
ഭർത്താവിൻ്റെ കാര്യത്തിലായാലും നേരെ തിരിച്ച് ഭർത്താവിൻ്റെ 7ാം ഭാവം എടുത്തിട്ട് ഇതെല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായേ? അതാണ്. പിന്നെ അതേപോലെ തന്നെ യോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. കാരണം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ യോഗം ഉണ്ടാക്കിക്കൊണ്ടോന്നില്ല. അതും നമ്മൾ 7ാം ഭാവം തന്നെ നോക്കുന്നത്. ആ കുട്ടി അല്ല അയാൾ ആ സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷൻ വിവാഹം കഴിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ാം ഭാവവും 7ാം ഭാവവും നോക്കും. കാരണം 5ാം ഭാവം നോക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സന്താന ലാഭം ഉണ്ടോയെന്ന് അറിയാം. നമ്മൾ വിവാഹം കഴിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താ? കുട്ടികളെ ഉണ്ടാക്കുക. അതാണ് മെയിനായിട്ടുള്ള കാരണം. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ തലമുറ പിന്തുടരുക. അത് നടന്നില്ലെങ്കിൽ പിന്നെ തലമുറയില്ലല്ലോ, അതോടെ നശിച്ചില്ല. അപ്പോൾ നാച്ചുറലി സന്താന ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ അയാൾ കല്യാണം കഴിച്ചാൽ പുത്രൻ ഉണ്ടാകുക അല്ലെങ്കിൽ സന്താനം ഉണ്ടാകുക എന്നുള്ള രീതിയിൽ നമ്മൾ 5ാം ഭാവം നോക്കും. അതേപോലെ തന്നെ 7ാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹസ്ഥാനം. ഈ 5ഉം ഭാവവും 2ഉം ഇത് നോക്കും. ഏതിൽ? ലഗ്നാലും നോക്കും, ചന്ദ്രാലും നോക്കും. ചന്ദ്രാലെന്ന് പറഞ്ഞാൽ ചന്ദ്രക്കൂറ്, അതായത് നക്ഷത്രം. നമ്മൾ ജനിക്കുന്ന നക്ഷത്രം ഏത് രാശിയിലാണോ വരുന്നത് അതാണ് അവിടെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ആ ചന്ദ്രൻ അവിടെ നിൽക്കുന്ന സമയത്ത് ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ലഗ്നമായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാതകഫലം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാലും ചന്ദ്രാലും നോക്കണം. അതിലേത് ഗ്രഹത്തിനാണ് ലഗ്നാധിപനാണോ ചന്ദ്രലഗ്നാധിപനാണോ കൂടുതൽ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലഗ്നം നമുക്ക് എടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഗ്രഹനില വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന ചന്ദ്രാലാണ്, പിന്നെ ലഗ്നാലാണ്. അപ്പോൾ ലഗ്നാല് 5ാം ഭാവം 7ാം ഭാവം, ചന്ദ്രാലും 5ാം ഭാവം 7ാം ഭാവം. ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് അതിനനുസരിച്ച് നമ്മൾ മാർക്കിടുക. ഒരു 100 മാർക്കുണ്ടെങ്കിൽ പിന്നെ രണ്ടിനകത്ത് അപ്പോൾ 4 രീതിയാണല്ലോ. 5ാം ഭാവത്തിൽ ശുഭഗ്രഹ ദൃശ്യോ ശുഭയോഗം ഉണ്ടോ എന്ന് നോക്കുക, 7ാം ഭാവത്തിൽ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ചന്ദ്രാലിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മാർക്ക് വെച്ച് വീഴുകയാണെങ്കിൽ 480 മാർക്ക് വരണം. അതിനകത്ത് എത്ര കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കിയിട്ട് മൊത്തത്തിൽ കണക്കാണ്. താങ്ക് യു സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.